മരിച്ചുപോയ അമ്പിയാക്കളോടും ഔലിയാക്കളോടും അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് സഹായിക്കും എന്ന വിശ്വാസത്തോടെ സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ് എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. ഇത്രയും ഗുരുതരമായ ആരോപണമുള്ള ഒരു കാര്യം എന്തിന് നാം ചെയ്യണം? എല്ലാം അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ? അതിലാർക്കും തർക്കമില്ലല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് നമ്മുടെ ക്ലാസ് അല്പം വൈകിപ്പോയി, എല്ലാവരും ക്ഷമിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാമത്തെ ആയത്താണ് നാം ചർച്ച ചെയ്തു വരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരായത്തായിരിക്കും ഇത്. യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. വിശുദ്ധ ഖുർആൻ തെറ്റായ നിലയിൽ മനസ്സിലാക്കി ഒരുപാട് ആളുകൾ പിഴച്ചു പോകുന്നു. ശരിയായ നിലയിൽ മനസ്സിലാക്കി ഒരുപാട് ആളുകൾ സന്മാർഗത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ തെറ്റായി മനസ്സിലാക്കൽ വളരെ അപകടകരമാണ്. ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് മുമ്പ് കഴിഞ്ഞുപോയ മഹാപണ്ഡിതന്മാരായ ഇമാമുകളടക്കം ലോക മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷവും മുശ്രിക്കുകളാണ് എന്ന് ചിലർ പറഞ്ഞത്. ദുർവ്യാഖ്യാനം അതിരുവിട്ട് അവസാനം അവർ തന്നെ പരസ്പരം ശിർക്ക് ആരോപിച്ച് 8 നിലയിൽ പൊട്ടിത്തെറിച്ചു. അതിനാൽ ഈ ആയത്തിന് കൂടുതൽ വിശദീകരണം ആവശ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് അല്പം ദൈർഘ്യമുണ്ടാകും. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എല്ലാ കാര്യങ്ങളിലും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം ഇതിനർത്ഥം നൽകിയത്. ഭൗതികമെന്നോ അഭൗതികമെന്നോ ഉള്ള വ്യത്യാസം അവരാരും ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ അഭൗതികമായ കാര്യങ്ങൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്നു, ഭൗതിക കാര്യങ്ങളിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടതില്ല എന്ന വാദം ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലിയസ്അൽ അഹദുകും റബ്ബഹ ഹാജതഹു കുല്ലഹ ഹത്താ യസ്അൽ ശിസ്അ നഅലിഹി ഇദൻ ഖത. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ അതിൽ പോലും അള്ളാഹുവിനോട് സഹായം ചോദിക്കണം എന്നാണ്. കാരണം അതാരെങ്കിലും നമുക്ക് നന്നാക്കി തരണമെങ്കിൽ അതിന് അള്ളാഹുവിന്റെ സഹായം ആവശ്യമാണ്, അള്ളാഹുവിന്റെ തീരുമാനവും ആവശ്യമാണ്. അതായത് ആരിലൂടെ എന്ത് സഹായം നമുക്ക് ലഭിക്കണമെങ്കിലും അള്ളാഹുവിന്റെ സഹായമില്ലാതെ സാധ്യമല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്ത് നമുക്ക് ലഭിച്ചാലും അള്ളാഹുവിനെ സ്തുതിക്കണം എന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ നാം പറഞ്ഞല്ലോ. ഒരു സുഹൃത്ത് നമ്മെ സഹായിച്ചാലും സ്തുതിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. കാരണം അള്ളാഹുവിന്റെ സഹായമില്ലാതെ അയാൾക്കത് ചെയ്തു തരാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ നമുക്കത് ലഭിക്കുകയും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക വലൗ ഇജ്തമഉ അലാ അൻ യദുറുക ബിശൈ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. നിനക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നന്മ ചെയ്തു തരാൻ വേണ്ടി സൃഷ്ടികൾ മുഴുവനും ഒരുമിച്ച് കൂടിയാലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അനുസരിച്ചുകൊണ്ടല്ലാതെ, അള്ളാഹു നിശ്ചയിച്ച രൂപത്തിലല്ലാതെ ഒരു സഹായവും അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. ഏതെങ്കിലും തരത്തിൽ നിന്നെ ഉപദ്രവിക്കാൻ സൃഷ്ടികൾ മുഴുവനും ഒരുമിച്ച് കൂടിയാലും അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചല്ലാതെ അവർക്കൊരു ദോഷവും ചെയ്യാനും സാധ്യമല്ല. അതായത് അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചല്ലാതെ നമുക്കൊരു ഗുണമോ ദോഷമോ ഉണ്ടാവുകയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് സ്തുതിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഇതാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം. അല്ലാതെ സൃഷ്ടികൾ പരസ്പരം സഹായിക്കുന്നതും
സഹായം ചോദിക്കുന്നതും ഇതിനെതിരല്ല. ആരാധനയുടെ ഭാഗമായ സഹായാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നതിനോട് ഇതിനെ ചേർത്തു പറഞ്ഞത്. അതായത് ആരാധനയുടെ ഭാഗമായ സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. മരിച്ചുപോയ അമ്പിയാക്കളോടും ഔലിയാക്കളോടും അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് സഹായിക്കും എന്ന വിശ്വാസത്തോടെ സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ് എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. ഇത്രയും ഗുരുതരമായ ആരോപണമുള്ള ഒരു കാര്യം എന്തിന് നാം ചെയ്യണം? എല്ലാം അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ, അതിലാർക്കും തർക്കമില്ലല്ലോ എന്ന് പറയുന്നവരും ചിന്തിക്കുന്നവരുമുണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഉണർത്തുന്നു. സഹാബികളുമായി ബൈഅത്ത് ചെയ്യുമ്പോൾ അതിലൊരു നിബന്ധനയായി വലാ തസ്അലുന്നാസ ശൈഅ, മരിച്ചവരോട് മാത്രമല്ല ജീവിച്ചിരിക്കുന്നവരോടും ഒന്നും ചോദിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഫലഖദ് റഅയ്തു ബഅദ ഉലൈക നഫർ യസ്ഖുതു സൗതു അഹദിഹിം ഫമാ യസ്അലു അഹദൻ യുനാവിലുഹു ഇയ്യാഹ്. അന്ന് ആ ബൈഅത്ത് ചെയ്തവർ കയ്യിലുള്ള വടി നിലത്ത് വീണു പോയാൽ അതെടുത്തു കൊടുക്കാൻ പോലും ആരോടും സഹായം ചോദിച്ചിരുന്നില്ല. ഇങ്ങനെ കഴിയുമെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോടും ഒന്നും ചോദിക്കാതെ ജീവിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മരിച്ചവരോട് സഹായം ചോദിക്കാതെ ജീവിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് അവർ മുശ്രിക്കുകളാണെന്നോ അത് തെറ്റാണെന്നോ മനസ്സിലാക്കുകയോ പറയുകയോ ചെയ്യരുത്. കാരണം അങ്ങനെ പറയുമ്പോൾ അതിൽ ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, സഹാബികളും ഖുർആൻ വ്യാഖ്യാതാക്കളും ഹദീസ് പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അടങ്ങുന്ന മുൻഗാമികളെല്ലാം മുശ്രിക്കുകളായിരുന്നു എന്ന് പറയേണ്ടി വരും. അൻ മാലിക് ദാർ ഖാല വകാന ഖാസിന ഉമർ അല തആം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭക്ഷണം സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച അതിന്റെ സൂക്ഷിപ്പുകാരനായിരുന്നു മാലിക് ദാർ. അദ്ദേഹം പറയുന്നു, അസാബൻ നാസ ഖഹ്തുൻ ഫീ സമനി ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മഴ ലഭിക്കാതെ വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഫജാഅ റജുലുൻ ഇലാ ഖബ്റിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനടുത്തേക്ക് വന്നു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഇസ്തസ്ഖി ഉമ്മതിക് ഫഇന്നഹും ഖദ് ഹലകു, അങ്ങയുടെ സമുദായത്തിന് വേണ്ടി അങ്ങ് മഴ ചോദിക്കുക, കാരണം അവർ വല്ലാതെ പ്രയാസപ്പെട്ടു പോയിരിക്കുന്നു. ഫഉതിയ റജുലു ഫീ മനാമിഹി ഫഖീല ലഹു, അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, ഈതി ഉമർ, ഉമറിന്റെ അടുക്കലേക്ക് പോവുക, ഫഖറഉഹു സലാം, അദ്ദേഹത്തിനോട് സലാം പറയുക, വഅഖ്ബിറുഹു അന്നഹും മുസ്ഖൗൻ, നിങ്ങൾക്ക് മഴ ലഭിക്കുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞുകൊള്ളുക. ഫഅത ഉമർ, അദ്ദേഹം ഉണർന്നതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. ഫഅഖ്ബറഹു, ഈ സംഭവങ്ങളെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. ഫബക ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ട് കരഞ്ഞു. മഹാനായ ഇമാം ഇബ്നു അബി ശൈബയാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അദ്ദേഹം മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കുന്നത് ശിർക്കായിരുന്നുവെങ്കിൽ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും അബൂദാവൂദിന്റെയും ഇബ്നു മാജയുടെയും എല്ലാം ഉസ്താദായ ഇബ്നു അബി ശൈബ ഈ സംഭവം ഉദ്ധരിക്കുമായിരുന്നു. ഇത് കേട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പാടില്ലെന്ന് പറയുകയല്ല, അത് കേട്ട് കരയുകയാണ് ചെയ്തത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശിർക്കായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുമായിരുന്നില്ലേ? ഇതൊരു തെറ്റായ കാര്യമായിരുന്നുവെങ്കിൽ എന്തിനാണ് അത് കേട്ട് അദ്ദേഹം കരഞ്ഞത്? ഈ സംഭവം ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, വഹാദാ ഇസ്നാദുൻ സ്വഹീഹുൻ, ഇത് സ്വഹീഹായ പരമ്പരയാണ്. ശിർക്കായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് അവിടെ ഉണർത്തുമായിരുന്നില്ലേ? ഈ സംഭവം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി സ്വഹീഹുൽ ബുഖാരിക്ക് എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥമായ ഏറ്റവും ആധികാരിക വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിലും ഉദ്ധരിക്കുന്നുണ്ട്.
വെറുതെ ഉദ്ധരിച്ചു പോവുകയല്ല. ഇമാം ബുഖാരി അധ്യായത്തിന് കൊടുത്ത തലവാചകവും അതിൽ കൊടുത്ത ഹദീസുകളും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുമ്പോൾ അതിന് തെളിവായിട്ടാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ശിർക്കായിരുന്നുവെങ്കിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തെളിവായി ഈ സംഭവം ഉദ്ധരിക്കുമായിരുന്നു. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കൂട്ടുകാരുമായി ഇരിക്കുമ്പോൾ ചില സമയത്ത് അദ്ദേഹത്തിന് ശബ്ദം നിന്നുപോകുന്ന ഒരു പ്രയാസം അനുഭവപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്മേൽ അദ്ദേഹത്തിന്റെ കവിൾ തടം വെക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വരും. ഇതിനെ സംബന്ധിച്ച് കൂടെയുള്ളവർ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ഇന്നഹു യുസീബുനു ഖതർ, എനിക്കൊരു പ്രയാസം നേരിടുന്നു. ഫൈദാ വജദ്തു ദാലിക്, അങ്ങനെ പ്രയാസം നേരിടുമ്പോൾ ഇസ്തഅൻതു ബിഖബറിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനോട് സഹായം ചോദിക്കും. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു, ആയിഷ ബീവി, അബൂ ഹുറൈറ, ഇബ്നു ഉമർ, ജാബിർ, ഇബ്നു അബ്ബാസ്, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹും, ഇങ്ങനെ ധാരാളം സ്വഹാബികളിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച മഹാനാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം അബൂദാവൂദും ഇമാം തുർമുദിയും ഇമാം നസായിയും ഇമാം ഇബ്നു മാജയും ഇവരെല്ലാം ഇദ്ദേഹത്തിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനം ശിർക്കായിരുന്നുവെങ്കിൽ ഈ ഇമാമുകളൊക്കെ ഇദ്ദേഹത്തിന്റെ ഹദീസ് ഉദ്ധരിക്കുമായിരുന്നു. ഈ മുഹദ്ദിസുകളെല്ലാം ഈ ശിർക്കിനെ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. ഒരു മുശ്രിക്കായ ആളിൽ നിന്ന് അവർ ഹദീസ് ഉദ്ധരിക്കുമായിരുന്നു. ഇമാം മുഅ്തബി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കുന്തു ജാലിസൻ ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനടുത്തിരിക്കുകയായിരുന്നു. ഫജാഅ അറാബി, ആ സമയത്ത് അറാബിയായ ഒരാൾ വന്നു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സമിഅതു അല്ലാഹ യഖൂൽ വലൗ അന്നഹും ഇദ് ളലമൂ അൻഫുസഹും ജാഊക فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. അദ്ദേഹം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, തെറ്റ് ചെയ്തു പോയ ആളുകൾ അങ്ങയുടെ സമീപത്തേക്ക് വരികയും അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം ചോദിക്കുകയും അല്ലാഹുവിന്റെ പ്രവാചകർ അവർക്ക് വേണ്ടി പാപമോചനം ചോദിക്കുകയും ചെയ്താൽ അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ കാണുന്നു. വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ ലിദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് എന്റെ ദോഷങ്ങൾക്ക് പാപമോചനം ചോദിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങയെ കൊണ്ട് അല്ലാഹുവിലേക്ക് ശഫാഅത്ത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു കവിത ചൊല്ലി, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ദുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഭൂമിയിൽ അടക്കം ചെയ്യപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠരായവരെ, അങ്ങയുടെ വിശുദ്ധമായ ശരീരം കൊണ്ട് ഈ ഭൂമി മുഴുവനും സുഗന്ധപൂരിതമായിരിക്കുന്നു. എന്റെ ശരീരം അങ്ങ് കിടക്കുന്ന ഖബറിന് ദണ്ഡമാണ്. അതിനുശേഷം ആ ആറാബി തിരിച്ചുപോയി. ഫഗലബത്നി ഐനി, എനിക്ക് ഉറക്കം വന്നു. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗം, ഉറക്കിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഇൽഹഖിൽ അഅറാബി ഫബശ്ശിർഹു അന്നല്ലാഹ ഖദ് ഗഫറ ലഹ്, ആ അഅറാബിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുക. ഈ സംഭവം ഇമാം നവവിയും ഇബ്നു ഖുദാമയും ഇബ്നു കസീറുമെല്ലാം ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോഴുള്ള മര്യാദകളുടെ കൂട്ടത്തിലാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മ യർജിഉ ഇലാ മൗഖിഫിഹിൽ അവ്വൽ, എന്നിട്ട് ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം. ഖിബാല വജ്ഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠമായ മുഖത്തിന് നേരെ തിരിഞ്ഞു നിൽക്കണം. വയതവസ്സലു ബിഹി ഫി ഹഖ് നഫ്സിഹി വയതശഫഉ ബിഹി ഇലാ റബ്ബിഹി, എന്നിട്ട് തനിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹുവിലേക്ക് ശഫാഅത്ത് തേടണം. വമിൻ അഹ്സനി മാ യഖൂലു, ആ സമയത്ത് പറയാൻ ഏറ്റവും നല്ലൊരു വാചകം മഹകാഹു അസ്ഹാബുനാ അനിൽ ഉത്ബി, മഹാനായ ഉത്ബി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന കാര്യമാണ്. മുസ്തഹ്സിനീന ലഹു, അവരൊക്കെ അത് നല്ല പ്രവർത്തനമായിട്ടാണ് കണ്ടത്. എന്നിട്ട് ഈ സംഭവം ഉദ്ധരിക്കുന്നു. അപ്പോൾ ഇതനുസരിച്ച് ചെയ്യണമെന്നാണ് ഈ ഇമാമുകളെല്ലാം പറയുന്നത്. ഈ സംഭവം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് യുർഷിദു തആല, ദോഷികളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ചെല്ലണം. അതിനുശേഷമാണ് ഈ സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നത്. സിയാറത്ത് ചെയ്യുന്നവർക്ക് ചൊല്ലാൻ വേണ്ടി ഇന്നും റൗദ ഷരീഫിന്റെ ചുമരുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി മലായികതൻ ഫിൽ അർദ് സിവൽ ഹഫള യക്തുബൂന മാ യസ്ഖുതു മിൻ വറഖിശ് ശജർ فإذا أصابت أحدكم عرجة بأرض فلا فلينادي يا عباد الله أعينوني. വിജനമായ പ്രദേശത്ത് വെച്ച് നിങ്ങൾക്ക് വല്ല പ്രയാസവും നേരിട്ടാൽ അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് വിളിച്ചു പറയട്ടെ. ഈ ഹദീസ് ബസ്സാർ റളിയല്ലാഹു അൻഹുവിന് പുറമെ ഇമാം തബറാനി ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്, അബൂ യഅല, ഇബ്നു സുന്നി, ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇമാം നവവി, ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുമുണ്ട്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട ദിക്ർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാരഥന്മാർ ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പണ്ഡിതന്മാരൊക്കെ മുശ്രിക്കുകളാണോ? ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണോ? അങ്ങനെ പറഞ്ഞാൽ ഒരാളെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരും. ഇമാം ബുഖാരിയെ തള്ളേണ്ടി വരും. ഇമാം മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ, ബൈഹഖി, തബറാനി, ബസ്സാർ ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം തള്ളേണ്ടി വരും. ഇമാം റാസി, ഖുർത്തുബി, ഇബ്നു കസീർ, ഇങ്ങനെ ഖുർആൻ വ്യാഖ്യാതാക്കളെയും തഫ്സീർ ഗ്രന്ഥങ്ങളെയും തള്ളേണ്ടി വരും. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലുള്ള പണ്ഡിതന്മാരെ തള്ളേണ്ടി വരും. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം നവവി, ഇബ്നു ഖുദാമ തുടങ്ങിയ ഫുഖഹാക്കളെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെയും തള്ളേണ്ടി വരും. ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഹദീസ് ഗ്രന്ഥങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും എല്ലാം തള്ളേണ്ടി വരും. കാരണം അവരെല്ലാം വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം ചോദിച്ച സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. പലരും അങ്ങനെ ചെയ്യാൻ നിർദ്ദേശിക്കുന്നുണ്ട്. കാണാത്ത മനുഷ്യരെയും ജിന്നുകളെയും മലക്കുകളെയും വിളിച്ച് സഹായം തേടുന്നതിനെ അംഗീകരിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇമാം സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തെന്ന് ഇബ്നു അസാക്കിർ തന്റെ താരീഖ് ദിമശ്കിൽ ഉദ്ധരിക്കുന്നു. മസായിലുൽ ഇമാം അഹ്മദിൽ അദ്ദേഹത്തിന്റെ പുത്രൻ ഉദ്ധരിക്കുന്നു. അത് സഹീഹാണെന്ന് ലോകപ്രശസ്ത മുഹദ്ദിസ് നാസറുദ്ദീൻ അൽബാനി പറയുന്നു. അപ്പോൾ ഇമാം അഹ്മദ് ശിർക്ക് പ്രവർത്തിച്ചു അല്ലേ? ഇമാം സുന്ന അഹ്ലുസ് സുന്നത്തിന്റെ നേതാവിന് തൗഹീദും ശിർക്കും തിരിഞ്ഞില്ല. മലക്കുകളാണ് ഇബാദത്തുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ഇബ്നു അബ്ബാസിൽ മൗഖൂഫാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് ശിർക്ക് പ്രചരിപ്പിച്ചു അല്ലേ? ഇബ്നു അബ്ബാസ് ശിർക്ക് പറഞ്ഞു, ശിർക്കിന്റെ ആളായി. നോക്കണം നിങ്ങള്, ഈ മൂവർ സംഘത്തിന്റെ ഈ പുതിയ വ്യാഖ്യാനം കൊണ്ട് ആരൊക്കെ മുശ്രിക്കായി? ഇമാം ബൈഹഖി അദ്ദേഹം പറയുന്നു, മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, സാലിഹീങ്ങളായ പണ്ഡിതന്മാരെടുക്കൽ ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കാണിത്. അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല. ഇമാം തബറാനി പറഞ്ഞു, വഖദ് ജുർരിബ, അത് പരീക്ഷിച്ചു ഫലം കണ്ടതാണ്, പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയതാണ്. അത് അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ട് അതുകൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്. ശിർക്കുണ്ടെങ്കിൽ ഇമാം തബറാനി മുഅ്ജമുൽ കബീർ, മുഅ്ജമുൽ ഔസത്ത്, മുഅ്ജമുൽ സഗീർ 3 ഹദീസ് ഗ്രന്ഥങ്ങൾ രചിച്ച മുസ്ലിം ലോകത്തെ മഹാപണ്ഡിതനാണ്. അതുപോലെ ഇബ്നു അബീ ശൈബ ഇമാം ബുഖാരിയുടെ ഉസ്താദ്, അദ്ദേഹത്തിന്റെ മുസന്നഫിൽ കാണാം ഈ ഹദീസ്. അവർക്കൊന്നും ശിർക്ക് തിരിഞ്ഞില്ല അല്ലേ? പിന്നെ ആരെയാണ് നാം സ്വീകരിക്കുക? നമ്മൾ എങ്ങനെയാണ് മുസ്ലിങ്ങളാവുക? എത്ര ഗുരുതരമായ പാതകമാണിത്! മഹാന്മാരായ ഇമാമുകൾ മുശ്രിക്കുകളാണെന്ന് പറയുക, ശിർക്ക് ചെയ്യാത്ത ആളുകളെ കുറിച്ച് ശിർക്കാരോപണം നടത്തുക എന്നത് വളരെ ഗൗരവമായ തെറ്റാണ്.
ശിർക്കാരോപണങ്ങളുമായി വന്ന ഒരുപാട് പേർ ഇത് തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവ് വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് അവരെ കൊണ്ടെത്തിച്ചത്. അപ്പൊ എന്തായി? ഇബ്നു അബ്ബാസ് ശിർക്ക് പ്രചരിപ്പിച്ചു എന്നിടത്തേക്കാണ് എത്തുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇമാമികൾ മുഴുവനും ശിർക്ക് പ്രചരിപ്പിച്ചവരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതൽ ഇന്നോളമുള്ള സലഫി പണ്ഡിതന്മാരൊക്കെ ശിർക്ക് പ്രചാരകരുമാണെന്ന് വരുത്തി തീർക്കുന്നത് വമ്പിച്ച അപകടമാണ്. നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ശിർക്കാകാത്തൊരു കാര്യം, ശിർക്കാണെന്ന് വ്യക്തമായി തെളിയാത്ത ഒരു കാര്യം ശിർക്കാണെന്ന് പറഞ്ഞാൽ അതിന്റെ കുറ്റം നമ്മൾ പേറേണ്ടി വരും. രണ്ടാമത്തെ പ്രശ്നം, കാലങ്ങളായി ഇസ്ലാമിക സമൂഹം സ്വീകരിച്ചു വന്ന തൗഹീദിൽ മാറ്റം വരുത്തേണ്ടി വരും. شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച തൗഹീദ് ഒന്നാണ്. നിയമങ്ങളിൽ വ്യത്യാസമുണ്ടാകുമെങ്കിലും തൗഹീദിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ആരാധനക്കർഹതയുണ്ടാവുക എന്ന വിഷയത്തിലോ അതിന്റെ പ്രത്യേക വിശേഷണങ്ങളിലോ അള്ളാഹുവിന് പങ്കുകാരില്ല എന്ന വിശ്വാസമാണ് തൗഹീദ്. അതായത് അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ദൈവമാണെന്നോ ദൈവത്തിന്റെ ഗുണങ്ങളുണ്ടെന്നോ വിശ്വസിച്ചാൽ അത് ശിർക്കാകും. എന്നാൽ ഇതിന് വിരുദ്ധമായി ഇമാമുകൾ പറയാത്ത ഒരു നിർവചനവുമായി ചിലർ വന്നപ്പോഴാണ് തൗഹീദിൽ തർക്കമുണ്ടായത്. അഭൗതിക മാർഗത്തിലൂടെ, അദൃശ്യമായ വഴിയിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി, മനുഷ്യ കഴിവിനതീതമായി സഹായം നൽകാനും ഉപദ്രവം ചെയ്യാനും അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ ഒരു കഴിവ് മറ്റാർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ, ആ വിശ്വാസത്തോടെ ആരെങ്കിലും വിളിച്ചാൽ അത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ് എന്നവർ പറഞ്ഞു. ഈ നിർവചനമനുസരിച്ച് തൗഹീദ് പഠിപ്പിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരടക്കം മുശ്രിക്കുകളാണെന്ന് പറയേണ്ടി വരും. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്യാൻ, അതായത് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം അവരവിടെ എത്തുന്നതിന്റെ മുമ്പ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരാണ് എത്തിച്ചു തരിക എന്ന് ചോദിച്ചു. അത്രയും സമയത്തിനുള്ളിൽ ആ സിംഹാസനം കൊണ്ടുവരാൻ സാധാരണ മനുഷ്യ കഴിവ് കൊണ്ട് സാധ്യമല്ല. അപ്പോൾ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ഒരു കാര്യം ചെയ്യാൻ മനുഷ്യരെക്കാൾ കഴിവുള്ള ജിന്നുകളോട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെട്ടു. മാത്രമല്ല, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജദർബാറിൽ ഇരുന്ന് ഭരണകാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് എത്തിച്ചു തരാമെന്ന് ഇഫ്രീത്ത് പറഞ്ഞപ്പോൾ അത് പോരാ, അതിനേക്കാൾ വേഗതയിൽ എത്തിക്കണമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടുന്നു. ജിന്നുകൾക്കും കഴിയാത്തൊരു കാര്യമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടുന്നത്. മനുഷ്യ കഴിവിന് അതീതമായ കാര്യം ചോദിക്കൽ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത് ശിർക്കാണെന്ന് പറയേണ്ടി വരും. അദൃശ്യമായ വഴിയിലൂടെ സഹായം പ്രതീക്ഷിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞാൽ സംസം വെള്ളത്തിന്റെ പ്രത്യേകത നിഷേധിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് മഹാന്മാരായ സഹാബികൾ ബർക്കത്തെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച വുളൂഇന് വേണ്ടി ഉപയോഗിച്ച വെള്ളം അവർ ശരീരത്തിൽ ബർക്കത്തിന് വേണ്ടി തടവിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രമിട്ട വെള്ളം രോഗശമനത്തിന് വേണ്ടി അവർ കുടിച്ചിട്ടുണ്ട്. ഇതൊക്കെ, ഈ ഗുണങ്ങളൊക്കെ അദൃശ്യമായ ഗുണങ്ങളാണ്. ഇതൊന്നും സാധാരണ നിലയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഗുണങ്ങളാണ്. ഇവിടെ സഹാബികൾ മുശ്രിക്കുകളായി എന്ന് പറയേണ്ടി വരും. ഖേദകരമെന്ന് പറയട്ടെ, ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇസ്ലാമിക ലോകം മുഴുവനും അംഗീകരിച്ച സംസം വെള്ളത്തിന്റെ പ്രത്യേകത പോലും ചില ആളുകൾ തള്ളിപ്പറഞ്ഞു. അപ്പൊ സംസം കൊണ്ടെല്ലാം മാറി. പിന്നെ മക്കത്തും മദീനത്തൊക്കെ എത്ര ആസ്പത്രി ഉണ്ട്. ഇനി പ്രത്യേകിച്ച് ഹറമിൽ വരെ എഴുതിയത് കാണും, സംസം, തണുത്ത സംസം കുടിക്കുന്നത് ഒഴിവാക്കുക. അത് കുടിച്ചിട്ട് ചിലർക്ക് പരയൊക്കെ ഉണ്ട്. ഹറമിന്റെ പള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ചും കൊണ്ട് കുത്തിയിരിക്കും. കാരണം ഇതിങ്ങനെ തണുത്തത് കുടിച്ചിട്ട് ജലദോഷമൊക്കെ ഉണ്ടാകുകയാണ്. അപ്പൊ അവിടെ തന്നെ മക്കത്തും മദീനത്തൊന്നും ആസ്പത്രിയൊന്നും ആവശ്യമില്ലല്ലോ. ഇനി ഈ പറയുന്ന ആളുകൾ വരെ അലോപ്പതി ആസ്പത്രിയൊക്കെ നടത്തുന്നുണ്ട്, ഹോമിയോപ്പതി വരെ നടത്തുന്നുണ്ട്, അലോപ്പതി നടത്തുന്നുണ്ട്, ആയുർവേദിക് നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഹദീദ് സഹിയ എന്ന് പറഞ്ഞവര് അവരെങ്കിലും ഇത് പ്രായോഗികമാക്കണ്ടേ? അവരുടെ ഏതെങ്കിലും ആസ്പത്രിയിൽ സംസം വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടോ? ഇന്ന് രോഗികൾ വരുമ്പോൾ ആ വെള്ളം കൊടുക്കുന്നുണ്ടോ? അപ്പൊ അതൊരു മനുഷ്യനിർമ്മിതമായ ഹദീസാണ്. അത് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കെട്ടിണ്ടാക്കിയതാണ്. ഒരാള് പോലും ഇത് മൗദൂഅ എന്ന് പറഞ്ഞിട്ടില്ല. ഒരാള് പോലും
ശുദ്ധമായ കളർ മിമ്പർമക്കേരി പറയാം. ഖൈറുമാ ഇൻ അലാ വജ്ഹിൽ അർളി മാഉ സംസം, ഭൂമുഖത്തെ വെള്ളത്തിൽ ഏറ്റവും ഖൈറായ വെള്ളം സംസം വെള്ളമാണ്. ഫീഹി തുആമു മിനത് തുഅമി, അത് ഭക്ഷണമാണ്. വശിഫാഉ മിനസ് സഖമി, രോഗത്തിന് ശിഫയാണ്. ഭക്ഷിക്കുന്നതിന് ഭക്ഷണമാണ്, രോഗത്തിന് ശിഫയാണ് എന്ന ഹദീസ് ഷെയ്ഖ് അൽബാനി 1056 ഹദീസായി സ്വഹീഹായിട്ടാണ് രേഖപ്പെടുത്തിയത്. ഈ രൂപത്തിൽ തട്ടിപ്പടുത്തിയാണ് ഇതിന് മഹത്വമില്ല എന്ന് പറഞ്ഞത്, ഇത് ശിഫയല്ല എന്ന് പറഞ്ഞത്. എങ്കിൽ ആ സംസം വെള്ളം കൊണ്ടുവന്ന മനുഷ്യന്മാർക്ക് ഒരു സമാധാനം പറഞ്ഞൊടുക്കി. വീട്ടിലുള്ള സംസമയിൽ സൂക്ഷിച്ചു വെക്കണോ അതോ ഒഴിവാക്കണോ? ഇദ്ദേഹം പറഞ്ഞതാണ് ശരിയെങ്കിൽ ഇത്രയും കാലം രോഗശമനത്തിന് വേണ്ടി സംസം കുടിച്ചത് ശിർക്കായിരുന്നു. സംസം വെള്ളം രോഗശമനമാണ്, ജൂതന്മാരുണ്ടാക്കിയ മൗലൂആണ്, അത് ശരിയല്ല, അത് വിശ്വാസം പഠിപ്പിക്കാനാണ് എന്നാണെങ്കിൽ ഇത്രയും കാലം സംസം വെള്ളം കുടിച്ച മുജാഹിദീങ്ങളുടെ വിധി എന്ത്? അതല്ല, അത് മഹത്വമുണ്ട്, രോഗശമനമാണ് എന്നാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഖുത്ബയും വഅദും ക്ലാസും കേട്ടിട്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ച മനുഷ്യന്മാർ അവിടെ എന്താ ചെയ്യാ? ആയിക്കോട്ടെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് വേണം? ഇവിടുന്ന് അങ്ങോട്ട് എന്ത് വേണം? ഇനി ഹജ്ജ് ഗ്രൂപ്പ് പോകുമ്പോ സംസം കൊണ്ടുവരാൻ പറയണോ വേണ്ടെന്ന് പറയണോ? മക്കത്തും മദീനത്തും ഹോസ്പിറ്റലില്ല, അതേ മക്കത്തും മദീനത്തും സംസം വെള്ളമില്ലേ, അത് ഉപരി കണ്ടില്ല. മറ്റു ചില ആളുകൾ മനുഷ്യ കഴിവിന് അതീതമായത് എന്നത് മാറ്റി സൃഷ്ടികളുടെ കഴിവിന് അതീതമായത് എന്നാക്കി. അങ്ങനെ തൗഹീദിൽ നിരന്തരം അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ വിചിത്രമായ ചില വാദങ്ങളും ഇതിനിടയിൽ ഉയർന്നു വന്നു. റഖീബെ അതീദെ എന്ന് വിളിച്ചാൽ കേൾക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വിളി കേൾക്കും, ദുആ കേൾക്കുകയില്ല എന്നാണ് ഒരാൾ മറുപടി പറഞ്ഞത്. അതായത് റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ റഖീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല. അതാ വ്യത്യാസം. ഇൻതദഉഹും ലാ യസ്മഉ ദുആക്കും. റഖീബെ അതീദ് ഞാൻ വിളിച്ചാൽ റഖീബ് കേൾക്കൂല. ഞാൻ ഇപ്പൊ വിളിക്കാണ് റഖീബെ അതീതെന്ന് വിളിച്ചാൽ കേൾക്കൂല. സംസാരം കേൾക്കുള്ളൂ. അതെ, ഒരു ഉദാഹരണം നിങ്ങൾ അതിനാണ് ഈ ഉദാഹരണം തന്നെ മതി. റഖീബും അതീദും നമ്മുടെ വിളി കേൾക്കുന്നു, പ്രാർത്ഥന കേൾക്കൂല. ഞാൻ ഇപ്പൊ റഖീബ അതീതെന്ന് പ്രാർത്ഥിച്ചു, കേൾക്കൂല. കേൾക്കൂല, അവർ കേട്ടില്ല. ഇല്ല, പ്രാർത്ഥന കേൾക്കൂല. പ്രാർത്ഥന കേൾക്കാൻ വിളിച്ചാൽ റഖീബെ എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ റഖീബ എന്റെ കിതാബില് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും ഒരു തിരുത്ത് കൊടുക്കണം, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയതാണ്, തിരുത്തണേ എന്ന് പറഞ്ഞാൽ അത് അവർ കേൾക്കൂല. ആ വിളി കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. എങ്ങനെയാണ് ഇത്രത്തോളം ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നത്? റഖീബ അതീദെ എന്ന് വിളിച്ചാൽ കേൾക്കും, ദുആ ചെയ്താൽ കേൾക്കുകയില്ല എന്ന് പറയുമ്പോൾ ആ റഖീബ അതീദ്, ഒരു മനുഷ്യൻ റഖീബ അതീദെ എന്ന് വിളിച്ചവരോട് ദുആ ചെയ്താൽ അത് കേൾക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർ അങ്ങനെ എഴുതി വെക്കും? എല്ലാ കർമ്മങ്ങളും അവർ എഴുതി വെക്കുന്നല്ലേ? അപ്പൊ അത് കേൾക്കാതെ അവർക്ക് എഴുതി വെക്കാൻ പറ്റുമോ? എന്തൊരു വിഡ്ഢിത്തമാണിത്! ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം അമ്പിയാക്കളോടും ഔലിയാക്കളോടും മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കണമെന്ന് പറയുന്നത് ശിർക്കാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന തൗഹീദിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണ്. അങ്ങനെ ലോകത്താദ്യമായി തൗഹീദ് പിഴച്ചതിന്റെ പേരിൽ തൗബ നടന്നു. മുമ്പിൽ പറയും, ഈ സലാസിൽ ഞങ്ങളെ പഠിപ്പിച്ചെന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹു മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തിരുത്തേ. ആദർശം മാറ്റി എന്നുള്ളതിന്റെ തെളിവാ ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു. മാപ്പ് കേട്ടോളൂ. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതിന് തൗബയല്ല വേണ്ടത്. തൗഹീദ് തെറ്റിയാ പിന്നെ രണ്ടാമത് കുളിച്ചു പോയിട്ട് മൊട്ടടിച്ച് മുസ്ലിമാകണഞ്ഞ്. കാരണം തൗഹീദിനല്ലേ പേച്ചത്. ഇത്ര കാലം ശിർക്കിലായിരുന്നു, ഇത്ര കാലം കുഫറിലായിരുന്നു എന്നല്ലേ? അപ്പൊ ഈ ശിർക്കിലായി മരിച്ചുപോയവന്റെ സ്ഥിതി എന്താ?
എത്ര കെ എം മൗലവിന്റെ ഒക്കെ സ്ഥിതി ഒക്കെ ശിർക്കിലായി മരിച്ചുപോയി. അതുപോലെ 2007 ഏപ്രിൽ മാസം ഇറങ്ങിയ ഇസ്ലാം മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഇത് സംബന്ധിച്ച് അതിൽ അഭൗതികതയില്ല എന്നും പറയുകയുണ്ടായി. ഇതിനൊക്കെ വിശദീകരണമായി ഈ ഇരിക്കുന്ന അനസ് മൗലവിയും ഹനീഫ് മൗലവിയും അതുപോലെ തന്നെ അബ്ദുൽ മുഹമ്മദ് സലഫിയും 2012 വരെ അത് ശിർക്കല്ല എന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ഞങ്ങളോട് വലിയ ദ്രോഹമാണ് ചെയ്തത്. നിങ്ങൾ ഈ ശിർക്കൻ വിശ്വാസത്തിൽ 2012 വരെ ഞങ്ങളെ തളച്ചിട്ടിരുന്നു. ഞങ്ങളെങ്ങനെ മരിച്ചു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. സാധാരണ മുജാഹിദ് പ്രവർത്തകർക്ക് തൗഹീദ് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. 1 നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ അതിനുവേണ്ടി ഇത്ര കാലം വാദപ്രതിവാദം നടത്തിയും ഖണ്ഡനമണ്ഡനം നടത്തിയും തൗഹീദിനു വേണ്ടി ഒരുപാട് പ്രസംഗിക്കുകയും ചെയ്ത ആളുകൾക്ക് തൗഹീദ് തെറ്റി, അവർക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ ആളെ കിട്ടുമതിന് ആരെങ്കിലും ഇതിന്റെ ഒപ്പം നിൽക്കുഞ്ഞി വിശ്വസിക്കോ നമ്മളെ? 1 നൂറ്റാണ്ട് കാലത്തെ സലഫി നവോത്ഥാനത്തിന്റെ അവസ്ഥയാണിത്. 100 കൊല്ലമായിട്ടും തൗഹീദ് എന്താണെന്ന് പഠിച്ചു തീർന്നിട്ടില്ല. മുജദ്ദിദായി വന്നവരുടെ തൗഹീദ് പോലും ശരിയായിരുന്നില്ല. ഇനി എന്നാണ് ഇത് തീരുമാനമാവുക? അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധനയുടെ ഭാഗമായ സഹായാർത്ഥന നിന്നോട് മാത്രം നടത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം.